അനുഗ്രഹങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ഒരുപാട് കാലം ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ തണല് ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഖബറിൽ കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയവർ, ആമീൻ പറയുന്നവർ, ഞങ്ങളെ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, ആരുടെയെല്ലാം ഉപ്പമാർ ഉമ്മമാർ 6 അടി മണ്ണിലുണ്ടോ അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും അവരുടെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതകാലത്ത് അവരെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, മാപ്പ് ചെയ്യണേ അല്ലാ. ഉമ്മ പോയാലേ ഉപ്പ പോയാലേ അതിന്റെ വിലയറിയോ മക്കളെ. എല്ലാ സമയവും ഉപ്പയെ ഓർക്കണേ, ഉമ്മയെ ഓർക്കണേ. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണേ. ഉമ്മ മരണപ്പെട്ടാൽ വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ ആ വിളി കേൾക്കാൻ ഉമ്മ അവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിലോ അപ്പോഴാണ് അതിന്റെ വേദന അറിയുക, അതിന്റെ പ്രയാസം അറിയുക, അതിന്റെ വിഷമം അറിയുക. ഉമ്മയോട് സ്നേഹമുള്ളൊരു കൽബ്, ഉപ്പയോട് സ്നേഹമുള്ളൊരു കൽബ്, ആ കൽബുകളായി നമ്മുടെ കൽബുകൾ മാറിയാൽ എത്ര കാലമാണ് അവർ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്, എത്ര രാത്രികളിലാ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചത്. ആ ഉമ്മ നമ്മളെ ഗർഭം ധരിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഉമ്മ അനുഭവിച്ച വേദനകൾക്ക് പ്രയാസങ്ങളുണ്ടോ? ഉമ്മ അനുഭവിച്ച വേദനകൾക്ക് അതേ നമുക്ക് കണക്കുകൾ കൂട്ടാൻ കഴിയുമോ? എത്ര രാത്രികളിലാ ഉമ്മ മലർന്നു കിടന്നത്, ഉമ്മ കമഴ്ന്നു കിടന്നത്, ഉമ്മ ചെരിഞ്ഞു കിടന്നത്. എഴുന്നേറ്റ് നടക്കുകയാണ്, കാരണം വയറ്റിന്റെ ഉള്ളിൽ നമ്മളുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ പ്രാർത്ഥനയായിരുന്നു, അല്ലാ എനിക്കെന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല റബ്ബേ, എന്റെ ഈ വയറ്റിന്റെ അകത്തളങ്ങളിൽ വളരുന്ന ഈ കുഞ്ഞ്, ഈ പൊന്നുമോനെ, ഈ പൊന്നുമോള് ഒന്നും സംഭവിക്കരുതേ അല്ലാ. എത്രമാത്രം വേദനകൾ സഹിച്ചുകൊണ്ടാണ് ആ ഉമ്മ ഓരോ രാത്രിയെയും പള്ളി നീക്കിയത്. അവസാനം ഉമ്മ നമ്മളെ പ്രസവിച്ചില്ലേ, പ്രസവിച്ച ആ ഉമ്മ നമ്മളെ എടുത്ത് വളർത്തിയില്ലേ, നമ്മളാ ഉമ്മയുടെ മടിയിൽ കാഷ്ടിച്ചില്ലേ, മൂത്രമൊഴിച്ചില്ലേ. അപ്പോൾ നമ്മുടെ ഉമ്മ എന്തെങ്കിലും നമ്മളെ കുറിച്ച് അവലാതി പറഞ്ഞോ, വേവലാതി പറഞ്ഞോ? എന്റെ മടിയാകെ നീ കുളമാക്കിയല്ലടാ, എന്തൊരു പണിയാണടാ നീ ചെയ്തതെന്ന് നമ്മുടെ മക്കളെ നമ്മളെ കുറിച്ച് നമ്മളെ ഉമ്മമാര് അവലാതി പറഞ്ഞില്ല, പരിഭവങ്ങൾ പറഞ്ഞില്ല. സ്നേഹത്തോടെ നമ്മളെ എടുത്ത് കഴുകി വൃത്തിയാക്കി ആ ഉമ്മയതാ നമ്മളെ താലോലിക്കുകയാണ്, ലാളിക്കുകയാണ്, മുലപ്പാല് തരുകയാണ്. കഴുകിയിട്ട് അതേ അല്പസമയം കഴിയുമ്പോ വീണ്ടും ആ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താലും ഉമ്മയുടെ മനസ്സിന് വേദനകളില്ല, പ്രയാസങ്ങളില്ല. അങ്ങനെ ആറ്റുനോറ്റി പോറ്റി വളർത്തിയ നമ്മള് ആ ഉമ്മയെ ഓർക്കാതിരുന്നാലോ, ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാതിരുന്നാലോ, ആ ഉമ്മ പറയുന്നത് അനുസരിക്കാതിരുന്നാലോ, ആ ഉമ്മയെ ബഹുമാനിക്കാതിരുന്നാലോ, ആ ഉമ്മയെ ആദരിക്കാതിരുന്നാലോ, ആ ഉമ്മയോട് എതിർ വാക്കുകൾ പറഞ്ഞാലോ, ആ ഉമ്മയെ മോശമാക്കിയാലോ നമ്മളെ അല്ലാഹു വെറുതെ വിടുമോ? അല്ലാഹുവേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഒരുപാട് കാലം ആ തണല് ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനേ. ഉമ്മാക്ക് പകരമായി വേറൊരാളും വരൂല. ഉമ്മ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചിത്ത പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ, ഒന്ന് ശകാരിച്ചാൽ, ഒന്ന് ദേഷ്യം പിടിച്ചാൽ, അതെന്തൊരു സ്നേഹമുള്ള ദേഷ്യമാണ്, അതെന്തൊരു സ്നേഹമുള്ള അതേ ചിത്തവിളിയാണ്, അതെന്തൊരു സ്നേഹമുള്ള ലാളനയാണ്. ആ ഉമ്മാക്ക് പകരം വേറൊരാളും ആവുകയില്ല മക്കളെ. അതുകൊണ്ട് SSFന്റെ മഹത്തായ സാഹിത്യോത്സവിന്റെ വേദിയിൽ വെച്ച് നൽകാനുള്ള ഏറ്റവും നല്ല മെസ്സേജാണ്, ഉപ്പയെ ബഹുമാനിക്കണേ, ഉമ്മയെ ബഹുമാനിക്കണേ, ആദരിക്കണേ, അവരെ കുറവാക്കല്ല. അവര് മരിച്ച ഖബറിലാണോ, ആ ഖബറിന്റെ സമീപത്ത് പോകാനുള്ള മനസ്സ് കാണിക്കണം. ഉമ്മ എന്ന് പറഞ്ഞ് സലാം പറയണം, ഉമ്മാനോട് കുശലാന്വേഷണങ്ങൾ നടത്തണം, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ഖബറിന്റെ
ഖബറിന്റെ അടുത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന മക്കളാകണം. ആ മക്കളെക്കാളും നല്ല മക്കളാരാണ്? അങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറിയാൽ, ഓ ഉമ്മമാരെ, ഓ ഉപ്പമാരെ, നമ്മുടെ മക്കളെ SSFന്റെ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞേക്കണം, അവരെ സാഹിത്യോത്സവിന് വേണ്ടി പറഞ്ഞേക്കണം. അതിനുവേണ്ടി മക്കളെ നമ്മൾ പതേ പാകപ്പെടുത്തിയെടുക്കണം. അതിലേക്ക് മക്കൾക്ക് പോകാനുള്ള ഊർജമുണ്ടാക്കണം. അതിലേക്ക് മക്കളെ പറഞ്ഞേക്കാനുള്ള ആവേശമുണ്ടാക്കണം. ആ മക്കള് മാതാപിതാക്കളെ കുറിച്ച് പഠിക്കുന്നത് ഇതുപോലെയുള്ള വേദികളിൽ നിന്നാണ്, സദസ്സുകളിൽ നിന്നാണ്. അവർ ഉമ്മയാരാണെന്ന് പഠിക്കുകയാണ്, ഉപ്പയാരാണെന്ന് പഠിക്കുകയാണ്, ഉമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. നാളെ എന്റെ ഉമ്മ മരണപ്പെട്ടാൽ ആ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി ഞാൻ യാസീൻ ഓതണമെന്ന് പഠിക്കുകയാണ്, ഖുർആൻ ഓതണമെന്ന് പഠിക്കുകയാണ്. എന്റെ ഉമ്മാക്ക് ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പഠിക്കുകയാണ്. അതിനുവേണ്ടിയാണ് സാഹിത്യോത്സവിന്റെ വേദികൾ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് കുട്ടികളെ പാകപ്പെടുത്തിയെടുക്കുന്നത്. അതിനുവേണ്ടിയാണ് സമയങ്ങൾ ചെലവഴിക്കുന്നത്. എന്റെ മോന് നന്നാവണം, എന്റെ മോള് നന്നാവണം. ആ മക്കളുടെ മുന്നിൽ ഏറ്റവും നല്ല റോൾ മോഡല് ഓ ഉമ്മാ നിങ്ങളാവണേ. നിങ്ങൾ ദിക്ർ ചൊല്ലുന്ന ഉമ്മയായാൽ, നിങ്ങൾ ഖുർആൻ ഓതുന്ന ഉമ്മയായാൽ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മയായാൽ, നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മയായാൽ നിങ്ങളുടെ മക്കൾ മോശമാകൂല. നിങ്ങളുടെ മക്കൾ അതേ സ്വലാത്ത് ചൊല്ലുന്ന മക്കളാകും. നിങ്ങളുടെ മക്കൾ ദിക്ർ ചൊല്ലുന്ന മക്കളാകും. നിങ്ങളുടെ മക്കൾ ഖുർആൻ ഓതുന്ന മക്കളാകും. നിങ്ങളുടെ മക്കൾ നിസ്കരിക്കുന്ന മക്കളാകും. സുബ്ഹാനല്ലാഹ്. അതിന് പകരം നിങ്ങൾ സിനിമ കാണുന്ന ഉമ്മയായാലോ നിങ്ങളുടെ മക്കളും സിനിമ കാണുന്ന മക്കളാണ്. നിങ്ങൾ സീരിയൽ കാണുന്ന ഉമ്മയായാലോ നിങ്ങളുടെ മക്കളും സീരിയൽ കാണുന്ന മക്കളാണ്. നിങ്ങൾ അതേ അന്യപുരുഷനോട് മൊബൈലെടുത്ത് സ്വറ പറയുന്ന ഉമ്മയായാലോ നിങ്ങളുടെ മക്കളെയും അതേ സ്വതേ സ്വറ പറയുന്ന മക്കളാകുമേ. നിങ്ങൾ അനാവശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന, വൃത്തികേടുകൾ കണ്ട് ആസ്വദിക്കുന്ന ഉമ്മയായാലോ നിങ്ങളുടെ മക്കളും നിങ്ങളെ ഫോളോ ചെയ്യുമേ. അതുകൊണ്ട് പുതിയ കാലഘട്ടങ്ങളിലെ നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ റോൾ മോഡലുകളാകണം. എന്നെ കണ്ടിട്ടാണ് എന്റെ മോള് വളരുന്നത്, എന്റെ മോന് വളരുന്നത് എന്ന പൂർണ്ണമായ ബോധം ഓ ഉമ്മ നമ്മുടെ കൽബില് വേണേ, നമ്മുടെ മനസ്സിൽ വേണേ. എന്നിട്ട് നമ്മുടെ മക്കളെ പാകപ്പെടുത്തിയെടുത്താൽ ആ മക്കള് നാളെ മരിച്ച ഖബറിൽ അതേ നമ്മൾ കിടക്കുമ്പോ എന്റെ ഉമ്മ എന്നെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ച ഉമ്മ, എന്നെ ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ച ഉമ്മ, എന്നെ യാസീൻ ഓതാൻ പഠിപ്പിച്ച ഉമ്മ, എന്നെ സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ച ഉമ്മ, നല്ല ഒരു മോളായി മോനായി എന്നെ വളരാൻ എന്നെ പാകപ്പെടുത്തിയ എന്റെ ഉമ്മ ഇന്ന് ആ ഉമ്മ എന്റെ കൂടെ ഇല്ലല്ലോ എന്ന വേദനയിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അല്ലാഹ് ഞങ്ങളുടെ SSFന്റെ ഈ പ്രവർത്തനങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ അതിന് കാരണമാകുന്ന ഒരു പ്രവർത്തനമായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ആലിമീങ്ങളെ ചീത്ത പറയുന്ന മക്കളല്ല, കുടുംബത്തെ മോശമാക്കുന്ന മക്കളല്ല. അതേ ഗ്രൂപ്പ് തിരിച്ച് വ്യത്യസ്തങ്ങളായ അതേ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഉസ്താദുമാരെയും ചീത്ത വിളിക്കുന്ന മക്കളല്ല, മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാകുന്ന മക്കളല്ല, തോന്നിവാസങ്ങളിലേക്ക് പോകുന്ന മക്കളല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന മഹബത്ത് വെക്കുന്ന നല്ല മക്കളായി നമ്മുടെ സമൂഹത്തിലെ മക്കളെ വളർത്തിയെടുക്കാനുള്ള SSFന്റെ ഈ പ്രവർത്തനം അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു ആലിമിനെ ചീത്ത പറയുന്ന സദസ്സിൽ ഒരു SSFകാരനെ കാണാൻ കഴിയൂല. ഒരു മയക്കുമരുന്ന് വിൽപ്പനയില് ഒരു SSFകാരനെ കാണാൻ കഴിയൂല. ഒരു കൊലപാതകത്തിന്റെ വിഷയത്തില് ഒരു SSFന്റെ പ്രവർത്തകനെ കാണാൻ കഴിയൂല. ഒരു മോശമായ മേഖലകളിൽ SSFന്റെ പ്രവർത്തകനെ കാണാൻ നമുക്ക് കഴിയൂല. പിടിച്ചുപറിയുടെ ഏതെങ്കിലും ഒരു കേസുകൾ അതേ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ അതിൽ SSFന്റെ പ്രവർത്തകനെ നമുക്ക് കാണാൻ കഴിയൂല. ആ രൂപത്തിലായി നമ്മുടെ ആലിമീങ്ങളെ, നമ്മുടെ ഉസ്താദുമാരെ പാകപ്പെടുത്തിയെടുത്ത ഒരു വലിയ സംഘമാണ് SSF. അതിൽ അംഗമായിക്കോ, അതിൽ പ്രവർത്തിച്ചോ. ഒരു ആലിമിനെയും കുറ്റം പറയണ്ട, ഒരു സയ്യിദിനെയും കുറ്റം പറയണ്ട, ഒരു പ്രശ്നത്തിനും നമ്മൾ നിൽക്കണ്ട, ഒരു പള്ളിയുടെ പ്രശ്നത്തിനും നമ്മൾ നിൽക്കണ്ട, ഒരു സ്ഥാപനത്തിന്റെ പ്രശ്നത്തിനും നമ്മൾ നിൽക്കണ്ട. ഒരു ഉമ്മയെയും കുത്തി പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത ഒരു SSFകാരനിൽ നിന്നും കേൾക്കണ്ട. ആ
രൂപത്തിലായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഈ സാഹിത്യോത്സവിന്റെ വേദികളിൽ നീ കാരണമാക്കണേ റബ്ബേ, കാരണമാക്കണേ അല്ലാ, കാരണമാക്കണേ റബ്ബേ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ.